पति ब्रह्मचारी। പ്ലീസ് ഡോക്ടർ, ദയവേത് എനിക്ക് കൺസെന്റ് ഫോം തന്നേ പറ്റൂ പ്ലീസ്. ഡോക്ടർ 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 പ്ലീസ്, ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ്. എന്നാ ശരി, വന്നോളൂ. റീമ, അകത്ത് ഓഫീസിൽ ചെന്നിട്ട് ഈ വർഷം ഇതുവരെ നടന്ന എല്ലാ സർജറിയുടെയും ഒറിജിനൽ കൺസെന്റ് ഫോം അവിടെ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് മിസ്റ്റർ സൂരജിന്റെ ഫോം എടുത്ത് ചെക്ക് ചെയ്ത് മാഡത്തിന് കൊടുക്കും. ഓക്കെ സർ, മാഡം കൂടെ വന്നോളൂ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇവളുടെ കയ്യിൽ ആ ഫോം കെട്ടിക്കഴിഞ്ഞ പിന്നെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകരുമല്ലോ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരോടും ഒരു കാര്യം പറയാനാ വിളിച്ചത്. എല്ലാവരും ചെവി തുറന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അറിയാതെയെങ്കിലും ആരുടെയെങ്കിലും വായി നിന്ന് സൂരജിന്റെ മഹാറാണിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അമ്മേ, ഞാൻ വായ തുറക്കില്ല. സത്യം, എന്റെ വായിന്നൊന്നും പുറത്തു വരില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാ? അത് പിന്നെ എന്റെ അമ്മേ, ഞാൻ എന്റെ വായിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ച് നടന്നോളാം, ആരോടും ഒന്നും പറയില്ല. പക്ഷെ അമ്മേ, ഒന്ന് ഓർത്തു വെച്ചോ, കള്ളം പറയുന്നത് പാപമാണ്. അത് വീട്ടിലുള്ള എല്ലാവരെയും 24 മണിക്കൂറും കള്ളം പറയലോ. അപ്പൊ നിനക്ക് പാപമൊന്നും കിട്ടില്ലേ? ഞാനൊരു കാര്യം പറയരുതെന്ന് പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് പാപഭാരം കൂടിയല്ലേ? അഹങ്കാരി. അമ്മേ, വേണ്ട വേണ്ട വേണ്ട, അവളൊരു പാവല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഈശോടൊപ്പം നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണോ? വേണ്ടെങ്കിൽ അമ്മ പറയുന്നതിനൊക്കെ തലയാട്ടി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആ ഇഷ ഇവിടെ നിൽക്കുന്നോണ്ട് നമുക്ക് കാശ് കിട്ടുന്നില്ലേ? ഇനി അവൾ അങ്ങനെ പൊയ്ക്കഴിഞ്ഞാ അവളുടെ പേരിൽ നമുക്ക് കിട്ടുന്ന കാശ് മുഴുവൻ കിട്ടാതാകില്ലേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിക്ക്, ഇപ്പൊ നീ അമ്മ പറയുന്നതിനൊക്കെ സമ്മതിച്ചു കൊടുക്ക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിരുന്ന് ആലോചിക്കാം. സമയം പോലെ നമുക്ക് സത്യവും പറയാം. പിന്നെ അതിഥി, നിനക്ക് ആ മഹാറാണിയോട് കൂടുതൽ സ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ നീ അവളെ സഹായിക്കുകയാണെങ്കിൽ നീ എൻ്റെ മകളാണെന്നുള്ള കാര്യം ഞാൻ മറക്കും. നിനക്ക് ഞാൻ പറയുന്ന ഒന്നും തന്നെ മനസ്സിലാകാറില്ലല്ലോ. പിന്നെ നിനക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ ഇവനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. ഭഗവാൻ ശ്രീരാമന്റെ അവതാരമാണ് അനു. മോനെ, നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, നിന്നോട് ഞങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. നമ്മുടെ വീട് എത്രമാത്രം ചെറുതാണെന്നും ഇവിടെ എത്ര പേര് താമസം ഉണ്ടെന്നും നിനക്കറിയാം. ബിന്ദിയെ കൊണ്ട് മാത്രമോ ഈ അവസരത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുക? ആ മഹാറാണിക്ക് അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബിന്ദിയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അല്ലേ? ഈ കാര്യം നീ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. നോക്കത്തിരി, അമ്മ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ തെറ്റും ശരിയും നോക്കേണ്ട സമയമല്ല. ഈ വീട് രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അതിനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ. ബിന്ദിയുടെ അച്ഛനിൽ നിന്ന് എത്ര രൂപയാണ് കടം മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ബിന്ദിയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഈശോയെ കൈവിട്ടേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ തെരുവിലിറങ്ങിയിട്ട് വരും. അമ്മേ, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതിഥി ആരോടും ഒന്നും പറയില്ല. ഇങ്ങനെ എത്ര പേരുടെ വായ ഏട്ടത്തി മൂടിക്കെട്ടും. സൂരജിന്റെ ചെയ്തികളെ എപ്പോഴും പിടിച്ചു നിർത്താനാകില്ല. അതുപോലെ സത്യത്തെ എല്ലാ കാലവും മറച്ചു വെക്കാനും കഴിയില്ല. ഇഷ എന്റെ മരുമകളാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ വർഷത്തെ ഫയൽസ് മുഴുവൻ ഇവിടെയാണ് ഇരിക്കുന്നത്. മാഡത്തിന് വേണ്ട ഫോം ഇവിടെ തന്നെ ഉണ്ടാകും.
ഇഷയുടെ കയ്യിൽ ആ ഫയല് കിട്ടിയ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഫോം എവിടെ പോയി? ഒന്ന് ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യണേ പ്ലീസ്. എന്ത് സംഭവിച്ചാലും എനിക്ക് ആ ഫോം കിട്ടിയേ പറ്റൂ. എനിക്ക് തോന്നുന്നു അത് മറ്റേ സ്റ്റോർ റൂമിലായിരിക്കും. ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ പ്ലീസ്. അല്ല, ഇത് എന്തായി ചെയ്യുന്നേ? കൈ മരവിച്ച് പോവില്ലേ? കൈ മാറ്റിക്കേ, കൈ മാറ്റാൻ. അത് തന്നെയാണ് ഞാനും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടത്തി. ഐസിനുള്ളിൽ കൈയിട്ട് നമ്മുടെ കൈ മരവിച്ചു പോയില്ലേ, അതുപോലെ തന്നെ വെറുപ്പ് നമ്മുടെ തലച്ചോറിനെയും മരവിപ്പിക്കും. തണുപ്പ് ശരീരത്തെ മരവിപ്പിക്കുന്ന പോലെ ദേഷ്യവും വെറുപ്പും കേൾക്കാനുള്ള തലച്ചോറിന്റെ ശക്തിയെയും മരവിപ്പിക്കും. സൂരജ് ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കാതെ അവന്റെ കൂടെ നിൽക്കുന്നത് എന്റെ കണ്ണിൽ അപരാധത്തെക്കാൾ കുറവല്ല. മാതാപിതാക്കൾ കുഞ്ഞു ചെയ്യുന്ന തെറ്റ് തിരുത്തി കൊടുക്കേണ്ടവരാണ്. അവരെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കേണ്ടവരല്ല. ഏട്ടത്തി മുതിർന്ന ആളാ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഏട്ടത്തി കുട്ടികൾക്ക് ശരിയായ വഴിയല്ല കാട്ടിക്കൊടുക്കുന്നത്. അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുട്ടികളുടെ ജീവിതം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അതിലെ തെറ്റുകൾ ഏട്ടത്തി മനസ്സിലാക്കണം. മാനുഷിക ബന്ധങ്ങളുടെ മൂല്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഏട്ടത്തി ചെയ്തതുപോലെ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല. പറയേണ്ടത് എന്താണെന്നും ചെയ്യേണ്ടത് എന്താണെന്നുമുള്ള സാമാന്യ ബോധമുള്ള കുട്ടികളായവരെന്ന് എനിക്കറിയാം. എനിക്ക് ഈ കാര്യത്തിൽ ആരുടെ സപ്പോർട്ട് വേണ്ട ഏട്ടത്തി. ഞാൻ പണ്ട് മുതലേ തനിച്ച. ഇനി എന്നും എൻ്റെ മരുമകൾക്ക് നീതി കിട്ടാൻ ഞാൻ അവൾക്കൊപ്പം ഉണ്ടാകും. കാരണം എനിക്കറിയാം ആ കുട്ടി പറയുന്നതൊക്കെ സത്യമാണെന്ന്. ആ സത്യം ആരുടെ മുന്നിലും തെളിയിക്കേണ്ട കാര്യമില്ല. അവളെ പരാജയപ്പെടുത്താനാവില്ല. ഇനി ഈ ഫോം നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല.
അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാ ഈ ഫോം എന്റെ കയ്യിൽ കിട്ടിയത്. എന്റെ ഈശ്വര, സൂരജിന്റെ ഭാര്യയാണെന്ന് അതിനുള്ള തെളിവ് അവളുടെ കയ്യിൽ കിട്ടി. ഇല്ല ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. എഴുത്തി ആരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീരെ വയ്യാൻ തോന്നുന്നു. നിനക്ക് ഞാൻ വെള്ളം കൊണ്ടുവരാം. ഇതാ കുടിച്ചോളൂ. നന്ദി. എഴുത്തിയ ആരവിനെയും കാണാനുള്ള നല്ല അവസരമായിരുന്നു. സാരമില്ല, വീട്ടിൽ ചെന്നിട്ട് അവനെ ഒന്ന് വിളിക്കാം, ചിലപ്പോ എടുത്താലോ. പക്ഷെ അതിനു മുൻപേ ഈ തെളിവ് ബ്രഹ്മചാരിയായ ഭർത്താവിനെ കാണിച്ചു കൊടുക്കണം. അതെ ചേട്ടാ, ദുപ്പട്ട ഇട്ടിട്ട് ഒരു കുട്ടി ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. ഇല്ല മേഡം. ഡോക്ടർ ഡോക്ടർ ഇവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു പിങ്ക് ചുരിദാറൊക്കെ ഇട്ടിട്ട്. അവരെങ്ങോട്ടാ പോയെന്ന് ഡോക്ടർ കണ്ടായിരുന്നോ? എക്സ്ക്യൂസ് മീ മാം, ഞാനിപ്പോ എന്റെ ഫോം കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഒരു ലേഡി എന്നെ വന്ന് തട്ടി എന്റെ ഫോമൊക്കെ താഴെ വീണു. ഒരു പിങ്ക് ചുരിദാറിട്ട ലേഡി ഇതുവഴി വരുന്ന മാഡം കണ്ടായിരുന്നോ? ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് ആരെയും ശ്രദ്ധിക്കാറില്ലല്ലോ. ഞാനിപ്പോ വെള്ളം കൊണ്ടുവരാം. ഇതാ കുടിച്ചോളൂ. നിന്റെ കയ്യിലിപ്പോ ഒരു തെളിവുമില്ല ഇഷ. ഇനി നീ എന്ത് ചെയ്യും? ആരവ്, എനിക്ക് നിങ്ങളോട് ഇഷയെടുത്തിയുടെ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. നിങ്ങൾ ആ കല്യാണത്തിന്റെ ദൃക്സാക്ഷികളല്ലേ? നിങ്ങളിൽ ഒരാൾ വന്ന് സാക്ഷി പറഞ്ഞ പിന്നെ സൂരജേട്ടനും ഇഷയെടുത്തേക്കും തമ്മിൽ പിരിയേണ്ടി വരില്ലല്ലോ. ഞാൻ പോയി ഐസ് എടുത്തോണ്ട് വരാം, അപ്പൊ ചൂടുണ്ടാവില്ല. ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇല്ല, വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. കാവ്യ, തണുത്ത വെള്ളം തന്നെയായിരുന്നു, ചൂടുവെള്ളമല്ല. എനിക്കൊരു കുഴപ്പമില്ല, കണ്ടില്ലേ? ഇങ്ങനെ പേടിക്കുന്ന നഴ്സുമാരുണ്ടോ? പിന്നെ എങ്ങനെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാവ്യ? നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാളുടെ സന്തോഷങ്ങളും അയാളുടെ വേദനകളും എല്ലാം നമുക്ക് മനസ്സിലാവും. ചിലപ്പോ ആരവ്, നിങ്ങളെനിക്ക് വെറും പേഷ്യന്റ് മാത്രമല്ല. ചേച്ചി, ഇനി ചേച്ചി എന്തെങ്കിലും ടെൻഷൻ അടിക്കാനോ സ്ട്രെസ് എടുക്കാനോ ജോലി ചെയ്യാനോ പാടില്ല. ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ എന്തെങ്കിലും സ്ട്രെസ് എടുത്താ അത് കുട്ടിക്ക് ആപത്താ. എന്താപത്ത്? എന്താ കാര്യം? കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്റെ ഈശ്വരൻ, അനുരാഗ് സാറിനോട് ഞാൻ ഇനി എന്ത് പറയും? ഇല്ല, അത് പ്രഗ്നൻസി ടൈമിൽ BP അബ്നോർമൽ ആവാറുണ്ടല്ലോ. ഏട്ടത്തിയുടെ BP ഒന്ന് അപ്പായി, അതുകൊണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്.
ഖുഷ്ബു, എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സർവൻസ് ഒക്കെ ഉള്ളതല്ലേ, ഒരു ജോലിയും ചെയ്യേണ്ടെന്ന് പറഞ്ഞതല്ലേ. നീ കുഞ്ഞിന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി. അതുമാത്രം ചെയ്യൂ പ്ലീസ്. എൻ്റെ ഈശ്വര, ആ ഫയലിൽ IVF-ന്റെ എല്ലാ റിപ്പോർട്ട്സും ഉണ്ടല്ലോ. ഇനി ഇത് അനുരാഗ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ നിന്ന് പുതിയ ബ്രോഷർ തന്നതാ. ഹോസ്പിറ്റലില് പ്രൊമോഷൻ ക്യാമ്പ് നടക്കുക IVF-നെ കുറിച്ച്. ഇന്ന് അച്ഛൻ്റെ കൂടെ IVF-ന് വേണ്ടി ഡൊണേഷൻ കൊടുക്കാൻ പോയിരുന്നു. അതുകൊണ്ടായിരിക്കും പ്രൊമോഷൻ കൊടുക്കാൻ തോന്നിയത്. അകത്ത് വെച്ചോ. മോളെ, എന്താ 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 പറ്റിയത്? എന്തിനാ കരയുന്നേ? എന്താ മോളെ പറയുക? അച്ഛാ, എന്റെ കയ്യിലുണ്ടായിരുന്ന ആ തെളിവ്, ആ ഫോമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ സൂരജിന്റെ ഭാര്യയാണെന്ന്. അതെന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ അച്ഛനറിയോ, ഇന്ന് എഴുതിയ അരവിനെ കാണാനുള്ള അവസരം കിട്ടിയതാ. അവര് ആശുപത്രിയിൽ എന്റെ കൺമുന്നിലുണ്ടായിരുന്നു. പക്ഷെ ആ അവസരവും ഞാൻ നഷ്ടപ്പെടുത്തി. എനിക്കിന്ന് ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല മോളെ, സാരമില്ല. അവിടെ ഇരിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക. ഒരു കുഴപ്പമില്ല. അച്ഛാ, എനിക്ക് സൂരജിൽ നിന്ന് അകലാൻ താല്പര്യമില്ല. ഈ ബന്ധം എന്നും തുടരാൻ ആഗ്രഹിക്കുന്ന, പക്ഷെ ഞാൻ ഈ ബന്ധം നിലനിർത്താൻ ആരോടായി ഈ യുദ്ധം ചെയ്യുന്നത്? എന്റെ ഭർത്താവിനോട്. അച്ഛൻ, ഞാനിനി എങ്ങനെ ഇതിന് തെളിവുണ്ടാക്കും? എന്റെ ഭർത്താവാണ് അദ്ദേഹം എന്ന് എങ്ങനെ തെളിയിക്കും? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അച്ഛാ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഉഷ. ഞാൻ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇതാ മോളെ, ഈ വെള്ളം കുടിക്കുക. ഒരു കാര്യം ആദ്യം മോള് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സത്യം നമ്മുടെ കൺമുന്നിൽ തന്നെയാണുള്ളത്. കണ്ണടച്ച് പിടിച്ചാൽ അതൊരിക്കലും കള്ളമാവില്ല. മോള് സൂരജിന്റെ ഭാര്യ തന്നെയാണ്. അതൊരു കഷ്ണം പേപ്പർ നഷ്ടപ്പെട്ടാൽ മാഞ്ഞു പോകുന്ന കാര്യമല്ല. പക്ഷെ അച്ഛ, ആരെങ്കിലും ഒരാൾ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്തെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സൂരജ് പോലും എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഈ ബന്ധത്തെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ഞാൻ ഉത്തരം നൽകേണ്ടതായി വരും. ഇനി ഞാൻ എങ്ങോട്ടാ തെളിവിനായി പോവേണ്ടേ? ഇവിടെ ഒരു തെളിവിന്റെ ആവശ്യമില്ല മോളെ. ദേ നോക്ക്, ഭഗവാൻ കൃഷ്ണനും രാധയും സാക്ഷികളാണ്. മോളുടെ കളങ്കമില്ലാത്ത മനസ്സാണ് സാക്ഷി. നിന്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് സാക്ഷി. മോളുടെ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ഈ സിന്ദൂരമാണ് സാക്ഷി. മോളുടെ കഴുത്തിലെ ഈ താലിയും സാക്ഷിയാണ്.
ഓരോ ശ്വാസത്തിലും ഞാൻ നിനക്ക് ഭർത്താവാണെന്ന് പറയാം. പക്ഷെ എൻ്റെ ഭാര്യയാകാനുള്ള അവകാശം എനിക്കൊരിക്കലും തരാൻ കഴിയില്ല ഇഷ. നമ്മുടെ ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാണ്. മോള് മോളെ തന്നെ വിശ്വസിക്കും മോളെ. മോൾക്ക് ഈ ബന്ധത്തിൽ പൂർണ്ണമായി വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ലോകത്തെ ഒരു ശക്തിക്കും മോളെയും സൂരജിനെയും ഒരിക്കലും അകറ്റാൻ സാധിക്കില്ല. അച്ഛൻ പറഞ്ഞത് സത്യം. ഞാൻ ഒരിക്കലും ധൈര്യവും ആത്മവിശ്വാസവും കൈവിടാൻ പാടില്ല. ആ ഫോൺ പോയെങ്കിൽ എന്താ, മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം. എന്റെ ഈ അവകാശത്തെ ആർക്കും തട്ടിമാറ്റാൻ കഴിയില്ല. ഇന്ന് ബിന്ദിയോടൊപ്പം പുറത്തു പോയി ചായ കുടിച്ചപ്പോ എന്തൊരു സന്തോഷം. സാധാരണ നീ ഉണ്ടാക്കി തരുന്ന ചായയില്ലേ, അത് അത്ര നല്ലതല്ല. കാരണം ഇന്ന് കുടിച്ച ആ ചായയില്ലേ, അത് ഉണ്ടാക്കി തന്ന ആളും അത് കുടിച്ച ആളും രണ്ടും ഒരേ മനസ്സുള്ള ആൾക്കാരാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെ മനസ്സിൽ ആ ബന്ധത്തിനൊരു പവിത്രത വേണം. പിന്നെ നീ ഉണ്ടാക്കുന്ന ചായ മാത്രമല്ല, കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എല്ലാം മോശം ആനേ. ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ പഠിച്ച കാര്യങ്ങളിലെല്ലാം അതിന്റെ നഷ്ടവും ലാഭവും അറിഞ്ഞു തന്നെ പഠിച്ചത്. നിങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കാം ഒരു സത്യത്തെ എങ്ങനെ നുണയായി മാറ്റാന്ന്. ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്ത് ലാഭമാണ് നേടുന്നത്? എനിക്കൊന്ന് പറഞ്ഞതാ, എന്തിനിങ്ങനെ കള്ളം പറയുന്നേ? കഴിയുന്നില്ലല്ലേ? കാരണം സത്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല. സത്യം ഇതാണ്, നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ.